ഭാരതത്തിന്റെ സൗരദൗത്യം ആദിത്യ L1 ഒരു തവണ L1 പോയിന്റിനെ വലം വെച്ചു എന്നുള്ളതാണ്. 178 ദിവസം കൊണ്ടാണ് ആദിത്യ L1 ദൗത്യം പൂർത്തിയാക്കിയത്. ജനുവരി 6-നാണ് ആദിത്യ L1 ഓർബിറ്റിൽ എത്തിയത്. ഐസൺ ഉണ്ട് വിവരങ്ങൾ ടെക്നോളജി സ്പേസ് സ്പെഷ്യലിസ്റ്റ് ഐസൺ. ഗുഡ് മോർണിംഗ്, നമസ്തേ, ശുഭദിനം, പുലർകാല വന്ദനം. എന്താണ് വീണ്ടും വീണ്ടും നല്ല വാർത്തകളാണല്ലോ വരുന്നത്? ഒരു തവണ L1 പോയിന്റിനെ വലം വെച്ചു എന്നാണ് അല്ലേ? അതെ, ഒരു തവണ ആദ്യത്തെ തവണ L1 പോയിന്റിനെ വലം വെച്ചു. ഇന്നലെ രാത്രിയോടെ ഇത് സംബന്ധിച്ച വിവരങ്ങളാണ് ISRO ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രദീപ് സാർ, ഐസൺ, ഈ L1 എന്താണെന്ന് ഒന്ന് പറയണം. മറ്റു വിവരങ്ങൾ എന്താണ് ഇത് സംബന്ധിച്ച്? കാര്യം ഇതിപ്പോ നമ്മൾ കുറെ നാളിന് ശേഷമാണ് ഈ വാർത്തയിലേക്ക് വരുന്നത്. തീർച്ചയായും L1 പോയിന്റ് എന്ന് പറയുന്നത് 1700-കളിൽ തന്നെ 18-ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ കണ്ടെത്തിയ ഭൗമശാസ്ത്രപരമായ അല്ലെങ്കിൽ വനശാസ്ത്രപരമായ വിഷയങ്ങളിൽ ഏറ്റവും ഗൗരവതരമായ ഒരു ശാസ്ത്രീയ നിരീക്ഷണമാണ്. ഈ നിരീക്ഷണം നടന്ന പ്രദേശത്ത് ഈ L1 പോയിന്റ് എന്ന് പറയുന്ന 5 ലാഗ്രാഞ്ചിയൻ പോയിന്റുകളുണ്ട്. ഈ 5 ലാഗ്രാഞ്ചിയൻ പോയിന്റുകളിൽ ഒന്നാമത്തെ ലാഗ്രാഞ്ചിയൻ പോയിന്റിന്റെ പ്രത്യേകത എന്നത് 24 മണിക്കൂറും സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം, അതായത് പകലോ രാത്രിയോ ഇല്ലാത്ത സ്ഥലം, പകൽ മാത്രമുള്ള ഒരു പ്രദേശമാണ്. 24 മണിക്കൂർ എന്നത് ഭൂമിയുടെ ഒരു കണക്ക് പ്രകാരമാണ് പറയുന്നത്. എങ്കിൽ കൂടി അത് ഒരു പ്രപഞ്ചത്തിന്റെ കണക്കിൽ അത് ബാധകമല്ല. എങ്കിൽ കൂടി ഭൂമിയുടെ 24 മണിക്കൂറും അവിടെ സൂര്യന്റെ വെളിച്ചം ലഭിക്കുന്നു, അല്ലെങ്കിൽ ഏതു സമയവും മുഴുവൻ സമയവും സൂര്യപ്രകാശം ലഭിക്കുന്ന വളരെ പരിമിതമായ ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിലുള്ള പോയിന്റുകളിൽ ഏറ്റവും പ്രധാനമാണ് L1 പോയിന്റ്. ഈ L1 പോയിന്റിൽ L1 പോയിന്റ് എന്ന സാങ്കല്പിക പോയിന്റിൽ എത്തിയാൽ 24 മണിക്കൂറും അല്ലെങ്കിൽ മുഴുവൻ സമയവും 365 ദിവസവും മുഴുവൻ സമയവും ആ പോയിന്റിൽ നിൽക്കുന്ന മുഴുവൻ സമയവും സൂര്യനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുമെന്നതാണ് ഈ പോയിന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സൂര്യനെ നിരീക്ഷിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഏതാണ്ട് ഈ L1 പോയിന്റുകളിലും മൾട്ടിപ്പിൾ L1 പോയിന്റുകളിലായിരിക്കും ലൊക്കേറ്റ് ചെയ്യുക എന്നതാണ് ഏറെ പ്രാധാന്യം അറിയിക്കുന്ന വിഷയം. ഈ L1 പോയിന്റിന്റെ പ്രത്യേകത ഇത്തരത്തിൽ വിശദമായ വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് തുടർച്ചയായി നിരീക്ഷണം സാധ്യമാകുന്നു എന്നതാണ്. രാത്രിയില്ല എന്നത് തന്നെയാണ് ഒരു പ്രധാന പ്രത്യേകതയായി കണക്കാക്കപ്പെടുന്നത്. ആ പോയിന്റിലേക്കാണ് സെപ്റ്റംബർ 2-ന് ആദിത്യ L1 ഇവിടുന്ന് വിക്ഷേപിക്കുകയും ഇത്തരത്തിൽ ജനുവരി 6-ന് ആ ഓർബിറ്റിൽ L1 ഓർബിറ്റ് എന്ന് പറയുന്ന ഒരു ഹെലോ ഓർബിറ്റ്, നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു ഓർബിറ്റിൽ, അതായത് പോളാർ ലോഞ്ച് വെഹിക്കിൾ, പോളാർ സാറ്റലൈറ്റുകൾ സർക്കുലേറ്റ് ചെയ്യുന്ന, ഭൂമിയെ സർക്കുലേറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ L1 പോയിന്റ് എന്ന സാങ്കല്പിക പോയിന്റിനെ ഈ ആദിത്യ L1 സർക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. കൃത്യമായ വൃത്തമല്ല, കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഗതികോർജം സംഭരിച്ചാണ് ഈ സാറ്റലൈറ്റ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ ഒരു വൃത്തത്തിലല്ല സഞ്ചരിക്കുക എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാനും സാധിക്കും. ഇത്തരത്തിൽ ഒരു തവണ വലം വെക്കുന്നതിന് 178 ദിവസം എടുത്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു പ്രത്യേക പൊസിഷനിൽ നിർത്താനുള്ള സാധ്യത ഈ ഗുരുത്വാകർഷണ ബലത്തിന്റെ സാന്നിധ്യം ഇല്ലാത്തതിനാൽ അവിടെ സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ L1 പോയിന്റിനെ വലം വെച്ചുകൊണ്ട് ഈ ആദിത്യ L1 നിലനിൽക്കുന്നത്. ആദിത്യ L1, അതായത് സൗരദൗത്യം L1-ലെ ഭാരതത്തിന്റെ ആദ്യ സൗരദൗത്യം, സൂര്യന്റെ വിവിധ ചിത്രങ്ങൾ എടുക്കുന്നതിനും അതുപോലെ തന്നെ ചില ഫോട്ടോഗ്രാഫിക് പ്രത്യേകതകൾ സൂര്യനുള്ളതായും ഫോട്ടോ സെൻസിറ്റീവ് പ്രത്യേകതകൾ ഉള്ളതായും എല്ലാം തന്നെ ഗവേഷണ ഫലങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഗവേഷണ ഫലങ്ങൾ പുറത്തു വരുന്നതിന്റെ തുടർച്ചയായി, അതായത് ഏത് പോയിന്റിലേക്കാണോ ആദ്യ ഓർബിറ്റിൽ ആദിത്യ L1 കൊണ്ട് നിക്ഷേപിച്ചത് അതേ ഓർബിറ്റ് പോയിന്റിലേക്ക് തന്നെ എപ്പോഴും തിരിച്ചു വന്നിരിക്കുന്നു. അതായത് ജനുവരി 6-ന് എത്തിയ അതേ പോയിന്റിലേക്ക് ആദിത്യ L1 ഏതാണ്ട് അടുത്ത പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഒരു തുടർച്ചയായ നിരീക്ഷണം അടുത്തൊരു ഘട്ടത്തിൽ സാധ്യമാകുന്നു. നമുക്കറിയാവുന്നതാണ് സൂര്യകളങ്കം, അതായത് സൂര്യനിൽ തന്നെ ചില ബ്ലാക്ക് സ്പോട്ടുകളുണ്ട്. അതായത് നമുക്കറിയാവുന്നതാണ് നക്ഷത്രങ്ങൾ കാലാവധി അവസാനിക്കുമ്പോൾ ബ്ലാക്ക് സ്പോട്ടുകളായി മാറുമെന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത്. അതിനു മുൻപ് തവിട്ടുകൊള്ളൻ അത്തരത്തിലുള്ള പല രീതിയിലും ഇത് മാറിക്കൊണ്ടിരിക്കും. ഈ സൂര്യൻ എന്ന നക്ഷത്രം ബ്ലാക്ക് സ്പോട്ടായി മാറുന്നതിന് മുന്നോടിയായുള്ള സൂര്യകളങ്കങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ആദിത്യ L1 എടുക്കുകയും അത് ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ സൂര്യ നിരീക്ഷണം, സൂര്യന്റെ സ്പെക്ട്രം സംബന്ധിച്ച നിരീക്ഷണം, അവിടെയുള്ള ആ അന്തരീക്ഷത്തിന്റെ L1 പോയിന്റിന്റെ ഇൻസിറ്റു സിറ്റുവേഷൻ എന്ന സാങ്കേതികമായി പറയുന്ന L1 പോയിന്റിലെ റേഡിയേഷൻസും L1 പോയിന്റിലെ സാങ്കേതിക വിഷയങ്ങളും എല്ലാം തന്നെ, അല്ലെങ്കിൽ അവിടുത്തെ ശാസ്ത്രപരമായ അസ്ട്രോളജിക്കലായ പ്രത്യേകതകളെല്ലാം തന്നെ പരിശോധിക്കുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ ഈ ആദിത്യ L1-ലുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകളെല്ലാം തന്നെ വീണ്ടും ജനുവരി 6-ന് ആരംഭിച്ച പരിശോധന ആരംഭിച്ച അതേ ഘട്ടത്തിലേക്ക് വീണ്ടും ആദിത്യ L1 എത്തിയിരിക്കുന്നു. അപ്പോൾ വീണ്ടും ആ പരിശോധന തുടരുകയാണ്, അല്ലെങ്കിൽ ഒരു ചക്രം, അത് രണ്ടാം ചാക്രിക പരിശോധന നടക്കുന്നു എന്നാണ് ഇപ്പോൾ അനുമാനിക്കാൻ സാധിക്കുന്നത്.